നമസ്കാരം. ബലൂച്ച് പ്രവിശ്യയും അവിടുത്തെ ജനങ്ങളും ലോകത്തിന് എല്ലാ കാലത്തും ആശങ്ക സമ്മാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് ബലൂചിസ്ഥാൻ സ്വീകരിക്കാറുള്ളത്. അവർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ, തങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ പോലും തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് സധൈര്യം തുറന്നു പറഞ്ഞ ആളുകളാണ്. എന്തായാലും ബലൂച്ച് ജനതയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന നയങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ കാലാകാലങ്ങളായി പിന്തുടർന്നു പോന്നിട്ടുള്ളത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട് താനും. തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും ഉൾപ്പെടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള വംശഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വലിയ തോതിൽ തന്നെ നടക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇതിനെതിരെ അവിടെ ഒരു ജനകീയ പ്രതിഷേധം രൂപം കൊണ്ടിരിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ ഡെത്ത് സ്ക്വാഡിനെതിരെയാണ് ബലൂജിലെ അമ്മമാർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതൊരു ജനകീയ പ്രതിഷേധമാണ് എന്നും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രാകൃത നയങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും നിലവിൽ അവിടുത്തെ ബലോച്ച് ആക്ടിവിസ്റ്റായ മെഹ്റാങ് ബലോച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിട്ടുമുണ്ട്. ഈ തിരോധാനങ്ങൾക്കും അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾക്കുമെതിരെ ബലൂച്ച് യക്ജഹദി കമ്മിറ്റിയും കാണാതായ ഇരകളുടെ കുടുംബവും ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് ക്വിറ്റ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പിന്നിൽ ഈ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും ഭരണകൂടങ്ങളും പാക് അനുകൂല മാധ്യമങ്ങളുമാണ് എന്ന വലിയ വിമർശനം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ കുറ്റകൃത്യങ്ങളെ ഒന്നും ഇനി കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ബലൂചിസ്ഥാന്റെ ജനത ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇപ്പോൾ അവിടെ വലിയ തോതിലുള്ള, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ഡെത്ത് സ്ക്വാഡുകൾക്കെതിരെ കാര്യമായ ഒരു പ്രതിഷേധം ബലൂച്ച് പ്രവിശ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.